ഒന്ന് പണിയപ്പെടുവാൻ വേണ്ടി ആത്മാർത്ഥമായി കഴുകണേ
നിന്നാത്മാവാ നിൻ ശക്തിയാ നിറയ്ക്കണേ എന്നെ പാണിയണേ നിറയ്ക്കണേ എന്നെ പാണിയണേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-17 വാക്യം. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു, എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. ജീവവചന പ്രഭാത ചിന്തയുടെ എല്ലാ കേൾവിക്കാർക്കും വേഗം വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ പ്രഭാത വന്ദനങ്ങൾ ആശംസിക്കുന്നു. കയ്പിൻ്റെ സ്ഥലങ്ങൾ എന്നൊരു വിഷയമാണ് നാം ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുന്നത്. കുടുംബപ്രഭുക്കളെ, ഒരു വിശ്വാസിയുടെ ഇഹലോക ജീവിത നാൾവഴികളിൽ വന്നു ഭവിക്കാവുന്ന ഒരു അവസ്ഥയാണ് നിരാശ എന്നുള്ളത്. നിരാശയുടെ പരിണിത ഫലം എന്നത് അത്യന്തം ദോഷകരമായ പ്രശ്നസങ്കീർണമായ സാഹചര്യങ്ങളുമാണ്. പലപ്പോഴും കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഭംഗിയായി മുൻപോട്ട് പോകുമെന്ന് കരുതുമ്പോൾ നിരാശയുടെ സ്ഥലങ്ങൾ, നിരാശയുടെ നാളുകളൊക്കെ പലപ്പോഴും വെളിപ്പെടാറുണ്ട്. നാം അഭിമുഖീകരിക്കുന്ന ചില ഇടങ്ങൾ നിരാശയുടെ ഇടങ്ങളായിരിക്കാം. തന്നെയുമല്ല, നിരാശയുടെ പ്രവൃത്തികൾ, നിരാശയുടെ വാക്കുകൾ, നിരാശയുടെ കാഴ്ചകൾ, നിരാശയോടുള്ള നടപ്പ്, നിരാശയോടെയുള്ള കൂട്ടായ്മ എന്നിങ്ങനെ വ്യത്യസ്തമായ നിരാശയുടെ സാഹചര്യങ്ങളെ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. നിരാശയെ നേരിടുമ്പോൾ പലപ്പോഴും പലർക്കും കയ്പിൻ്റെ അനുഭവങ്ങളായത് തീരാറുണ്ട്. നിരാശയ്ക്ക് അടിമപ്പെട്ട് കയ്പാണ് നമ്മിൽ വെളിപ്പെടുന്നതെങ്കിൽ അത് വ്യത്യസ്ത പ്രശ്നങ്ങളിലേക്ക് നയിക്കുവാൻ ഇടയാകും. കയ്പ് ശാസിക്കപ്പെടണം, കയ്പ് പുറത്താക്കപ്പെടണം. കയ്പിൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു വിശ്വാസിക്ക് പുറത്തു വരുവാൻ ഇടയാകും. കയ്പിൻ്റെ സ്ഥലത്ത്, കയ്പിൻ്റെ നാളുകളിൽ ഒരു ദൈവവിശ്വാസി എത്തിപ്പെട്ടാൽ അവിടെ അവൻ എങ്ങനെയായിരിക്കണം അതിന് നേരിടുന്നത് എന്നത് ഏറെ പ്രധാനമാണ്. കയ്പ് ഒരു പരീക്ഷയാണ് പ്രിയരെ, അതിനെ നാം ജയിക്കുവാൻ ഇടയാകും. ആത്മീയ ജീവിതത്തിൽ ഇടയ്ക്കിടെ ഉണ്ടാകാറുള്ള നിരാശകളെ അതിജീവിക്കുവാൻ ഏതൊരു ദൈവപൈതലും ഒരുക്കമുള്ളവനായിരിക്കണം. മിസ്രയീം വിട്ട് പുറപ്പെട്ടു വന്ന ദൈവജനം, അവർ വലിയൊരു വിടുതൽ അനുഭവിച്ച് കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായി മരുഭൂമിയിലേക്ക് അവർ പ്രവേശിക്കപ്പെട്ടു. ചെങ്കടൽ പിളർക്കപ്പെട്ട് അതിനു നടുവിൽ ഒരുക്കപ്പെട്ട വഴിയിൽ കൂടി നടന്ന് 3 ദിവസം മരുഭൂമിയിൽ യാത്ര ചെയ്ത ജനം മാറയിലെത്തി. കുടിക്കുവാൻ വെള്ളം തിരഞ്ഞ ജനം മാറയിൽ വെള്ളം കണ്ടെത്തിയെങ്കിലും അവർക്കത് കുടിക്കുവാൻ കഴിയാത്ത നിലയിൽ കയ്പുള്ളതായിരുന്നു. ദൈവത്തിന്റെ വചനത്തിൽ ഓർപ്പിക്കുന്നത്, അനന്തരം മോശ ഇസ്രായേൽ ജനത്തെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ച് അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയാറെ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവർക്ക് ലഭിച്ച വെള്ളം കയ്പുള്ളതായതിനാലും അത് കുടിക്കുവാൻ കഴിയാത്തതാകിയാലും നിരാശിതരായ ജനം മോശയ്ക്ക് നേരെ പിറുപിറുത്തു. ഞങ്ങൾ എന്ത് കുടിക്കും എന്നതായിരുന്നു പിറുപിറുത്തുകൊണ്ടവർ ഉയർത്തിയ ചോദ്യം. മാറ അവർക്ക് വാഗ്ദത്തമുള്ള ദൈവജനത്തിന്, ശക്തമായ ആത്മീയ നേതൃത്വമുള്ള ജനത്തിന്, വിടുതൽ അനുഭവിച്ച് യാത്ര ചെയ്യുന്നവർക്ക് കയ്പിന്റെ സ്ഥലമായിരുന്നു മാറ. വിശ്വാസികൾ, വീണ്ടെടുക്കപ്പെട്ടവർ തങ്ങളുടെ യാത്രയിൽ ചില കയ്പിന്റെ സ്ഥലങ്ങളെ നേരിടേണ്ടി വരും. നാം വിശ്വാസികൾ, നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, കൂടപ്പിറപ്പുകളെ, നമ്മുടെ ഈ ആത്മീയ യാത്രയിൽ, നമ്മുടെ വിശ്വാസ ആരാധന യാത്രയിൽ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ചില കയ്പിന്റെ സ്ഥലങ്ങളെ നാം നേരിടേണ്ടി വരും. അപ്പോൾ കയ്പുള്ള വാക്കുകൾ നാം ഉയർത്തുന്നവരാകാതെ സൂക്ഷിക്കുവാൻ നമുക്കിടയായിത്തീരണം. സങ്കീർത്തനത്തിൽ വായിക്കുന്നവർ കയ്പുള്ള വാക്കായി അസ്ത്രം തൊടുക്കുകയും ശങ്കിക്കാതെ പെട്ടെന്ന് അവനെ എയ്തു കളയുകയും ചെയ്യും. കയ്പുള്ള വാക്കുകൾ വാ എന്ന വില്ലിൽ നിന്ന് തൊടുത്തുവിടുന്ന കൂർത്തുമൂർത്ത
തീ കത്തിക്കുവാൻ പ്രകരശേഷിയുള്ള അമ്പുകൾ ആണെന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നാം അത് വായിച്ച് പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. നിത്യജീവൻ, നിത്യമായ പാർപ്പിടം തുടങ്ങി സ്വർഗീയ വാഗ്ദത്തം ലഭിച്ച് വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾ തങ്ങളുടെ ജീവിത പ്രയാണത്തിൽ കയ്പിന്റെ സ്ഥലങ്ങളിൽ കൂടി ദൈവം അവരെ നയിക്കുവാൻ ആക്കി വച്ചിരിക്കുന്ന മോശമാരാൽ നടത്തപ്പെടുമ്പോൾ തങ്ങൾ നേരിടുന്ന ഏത് സാഹചര്യവും തങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്നത് തിരിച്ചറിവുള്ളവരാകണം എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നതും ഉപദേശിക്കുന്നതും. അവിടെ നാം എങ്ങനെയാണ് ആ കയ്പിന്റെ സ്ഥലങ്ങളിൽ അതിജീവനം നടത്തുന്നതെന്ന് ബോധ്യമുള്ളവരാകേണ്ടതാണ് ആവശ്യം. കൂടപ്പിറപ്പുകളെ, കയ്പിന്റെ ചില സ്ഥലങ്ങളിൽ നമുക്ക് അതിജീവനം സാധ്യമാണ്. അതിന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. കയ്പ് വളരെയേറെ അപകടകാരിയാണ്. അതിനെ നാം നേരിടണം എന്ന് നമുക്ക് മുന്നറിയിപ്പ് ദൈവവചനം നൽകുന്നുണ്ട്. ദൈവത്തിന്റെ വചനം പറയും, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ് യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 15-ാമത്തെയും 16-ാമത്തെയും വാക്യത്തിൽ ശക്തവും വ്യക്തമായി നമുക്കൊരു മുന്നറിയിപ്പ് നൽകി തരുന്നു. കയ്പ് ഹൃദയത്തിൽ പ്രിയരെ മുളച്ചാൽ അത് നാവിൽ കൂടി പ്രകടമാകാൻ ഇടയായാൽ ലഭിക്കാൻ പോകുന്ന വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അവകാശങ്ങൾ നഷ്ടപ്പെടും എന്ന മുന്നറിയിപ്പ് നമുക്കിവിടെ ഉണ്ട് എന്ന് മറക്കരുത്. കയ്പ് അതിവേഗം അതിന് സന്തതികളെ ജനിപ്പിക്കുന്നതാണ്. ഒരുവന്റെ കയ്പ് വേഗം തന്നെ അനേകരിലേക്ക് ഒഴുകുവാനിടയാകും. കയ്പിനാൽ ഹൃദയങ്ങൾക്ക് മുറിവേൽക്കപ്പെടുമ്പോൾ ഹൃദയം കഠിനമാകുകയും ദൈവകൃപയോട് എതിർത്തു നിൽക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ അവൻ പലരുടെയും ജീവിതത്തിൽ അറിയുക പോലുമില്ല. പ്രിയരെ, ഒരു വ്യക്തിയിലോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലോ വേറൊരാൾ നമ്മോട് ചെയ്യുന്നതിലെ കാര്യങ്ങളൊക്കെ അതിലൊക്കെ പലപ്പോഴും നാം നിരാശപ്പെടാറുണ്ട്. അവിടെയൊക്കെ നിരാശകളെ അതിജീവിക്കുവാനുള്ള ദൈവകൃപ തിരിച്ചറിയുന്നതിൽ നാം പരാജയപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതത്തിലും കയ്പ് മുളയ്ക്കും. എന്നാൽ നമ്മിൽ പകരപ്പെടുന്ന ദൈവകൃപ നാം തിരിച്ചറിഞ്ഞ് ആ കൃപയിൽ നാം ആശ്രയിക്കുമെങ്കിൽ നാം ഈ പരീക്ഷയെ ജയിക്കുവാൻ പലപ്പോഴും സാധിക്കും. മാറയിൽ കയ്പ് എങ്ങനെ മാറ്റപ്പെട്ടുവോ അതുപോലെ നമ്മിലും കയ്പിനെ മാറ്റുവാൻ കഴിയും. മാറയിലെ കയ്പ് നിലനിൽക്കുന്ന കയ്പായിരുന്നില്ല. ആ കയ്പിനെ മാറ്റുവാൻ കർത്താവിന് പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ വചനത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, അവൻ യഹോവയോട് അപേക്ഷിച്ചു, യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമുള്ളതായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. കൂടപ്പിറപ്പുകളെ, കയ്പിന്റെ സ്ഥലത്ത് വെളിപ്പെടുന്ന ഒരു വൃക്ഷമുണ്ട് കേട്ടോ. ആ വൃക്ഷം ക്രൂശിന് സദൃശ്യമാണ്. കയ്പിന് മേൽ വിജയം നേടേണ്ടത് ക്രൂശ് മുഖാന്തരമായിരിക്കണം, ക്രൂശിൽ കൂടി ആയിരിക്കണം. ആ കയ്പിന്മേൽ നാം വിജയം നേടേണ്ടതിന് ക്രൂശിലേക്ക് നീങ്ങണം. ക്രൂശിന്റെ ചുവട്ടിലെത്തിയതിനു ശേഷം നമ്മിൽ നിന്നുണ്ടാകേണ്ട പ്രവൃത്തി നാം ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നാം അത് ചെയ്താൽ അവിടെ കയ്പ് മാറി മധുരം വെളിപ്പെടും. കൂടപ്പിറപ്പുകളെ, കയ്പ് ഒരു പരീക്ഷയാണ്. കയ്പിന്റെ സ്ഥലത്ത് പരാജയപ്പെടുവാൻ നിൽക്കരുത്. അതിജീവിക്കുവാൻ ദൈവം നമുക്കൊരു വൃക്ഷത്തെ നൽകിയിട്ടുണ്ട്, നിയമിച്ചാക്കി വെച്ചിട്ടുണ്ട്. അവിടേക്ക് നീങ്ങുക, ആ വൃക്ഷത്തിനരികിലേക്ക് നീങ്ങുക. അവിടെ നാം ചെയ്യേണ്ടത് ചെയ്യുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്ദേശം ശക്തമായി ഞങ്ങളോട് ഇടപെട്ടല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ ആ വിടുതൽ അനുഭവിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിലെ കയ്പുകളെ അടിച്ചു കളയാൻ, മാറയം മാറ്റി എലീമിനെ വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിൻ്റെ പദ്ധതി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണമേ. ഉയരത്തിലെ ശക്തി ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞാട്ട് ക്രൂശ് എന്ന വൃക്ഷത്തിനരികിലേക്ക് നീങ്ങുവാനും അവിടെ ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുവാനും ഞങ്ങളെല്ലാവരും ഇന്ന് പകൽ സഹായിക്കണമേ. ദൈവകൃപ ഞങ്ങളെ നിറച്ചാണ്.
ജനം വിടുവിക്കപ്പെടട്ടെ. ശാരീരികമായി, മാനസികമായി, ആത്മീയമായി, ഭൗതികമായി വചനം കേട്ട് പ്രാർത്ഥിച്ച് കയ്പിനെ മാറ്റിക്കളയുന്ന ജീവിതങ്ങൾ എല്ലാവിധമായ സ്വർഗീയ അനുഗ്രഹങ്ങളാലും സ്വർഗീയ ദാനങ്ങളാലും നിറയപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടവൻ തുവയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്ന കർത്താവ്, സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പച്ച ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ ആരാധന മണ്ഡലത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ഓരോ ദൈവമക്കളും പിതാവിന്റെ കരങ്ങളിലേക്ക് കർത്താവിന്റെ കൃപ പകർന്നാണ് കർത്താവ് ഒന്ന് പണിയപ്പെടുവാൻ